നമുക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് പിടിക്കാനോ ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ നമ്മളെ ലഗേജ് ഉണ്ട്. പിന്നെ ഒരു ഭയങ്കര സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു ഇറക്കാണ്. അപ്പം ഇറങ്ങുന്ന വഴിയിൽ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്ലിപ്പായി വീണു. കുറച്ച് ട്രിക്കി ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ കല്ലും അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലം. എല്ലാ സ്ഥലത്തും ഒരുപോലെ ഐസ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് അറിയില്ല ഏതാണ് നല്ല ഹാർഡായിട്ടുള്ള ഫ്രോസൺ ആയിട്ടുള്ള സ്ഥലം. നടക്കാനുള്ള ആ ബേസ് ഇല്ല. സാധാരണ സ്ഥലത്ത് നടക്കുന്ന പോലെ ഒരു കാലം എടുത്തു വെച്ച് അടുത്ത കാലം എടുത്തു വെച്ച് അങ്ങനെയല്ല നടക്കുക. അപ്പോഴത്തേക്കും നമ്മളെ ബാലൻസ് പോവും. അപ്പം നടന്ന് ഞാൻ ഒരു കാല് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. രണ്ടാമത്തെ കാല് ഞാൻ അവിടെ എടുത്ത് വെക്കുന്നതിന് മുന്നേ ഞാൻ ഓൾറെഡി സ്ലിപ്പായി. ഞാൻ ഓൾറെഡി താഴെ വീണു. ആ വീഴുന്ന വീഴ്ചയിൽ എൻ്റെ കാല് രണ്ടും ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഹലോ, എൻ്റെ പേര് ഷീബ. ഞാൻ നാട്ടിൽ കണ്ണൂർ തളിപ്പറമ്പിലാണ്. ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ്. 2024 ചെയ്ത ചാദർ ട്രെക്കിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. 2024 ജനുവരി ഒരു തണുത്ത രാവിലെയാണ് എനിക്ക് ലണ്ടൻ നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നത്. ലണ്ടനിൽ അങ്ങനെ ഞാൻ വിളിച്ച് സ്ഥിരം സംസാരിക്കുന്ന ആരുമില്ല. ഇതൊരു ഗിഫ്റ്റ് പോലെ വന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു യാത്രയാണ് ചാദർ ട്രെക്ക്. വിളിച്ചത് അപ്പൂപ്പൻ താടീൻ്റെ CEO ആയ സജ്ന അലി. എന്നെ വിളിച്ച് ഞാൻ അവരുമായിട്ട് 1-2 പ്രാവശ്യം മുന്നേ ഒരു ഇൻ്റർവ്യൂ ഒക്കെ സംസാരിച്ച ഒരു പരിചയമാണുള്ളത്. കാരണം അവർ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഇപ്പം വിമൻസ് ഗ്രൂപ്പിനെ ട്രാവലിന് കൊണ്ടുപോകുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരു പരിചയവും കൗതുകവുമാണ് അവരുമായിട്ട് ഉണ്ടായിരുന്നത്. രാവിലെ തന്നെ വന്ന വിളിയിൽ എന്താണെന്ന് ഞാൻ അതിശയത്തോടു കൂടിയാണ് ഫോൺ എടുത്തത്. സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് ചാദർ ട്രെക്കിന് ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോകാൻ പറ്റുമോ എന്നതായിരുന്നു ചോദ്യം. ചാദർ ട്രെക്ക് ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് അറിയില്ല എവിടെയാണ് ചാദർ, എന്താണ് ചാദർ എന്ന് അറിയില്ല എന്നാണ് ആദ്യത്തെ എൻ്റെ റെസ്പോൺസ് ഉണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു, ഇത് ലേ ലഡാക്കിലാണ്, നിങ്ങൾ മുന്നേ പോയിട്ടില്ലേ? ഞാൻ ലേയിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കൊക്കെ ചോള പാസ് റൂട്ടിൽ ചെയ്തിട്ടുള്ളതല്ലേ? ഞാൻ പറഞ്ഞു അതെ, അത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ചാദർ ട്രെക്ക് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുമായിട്ട് പോകാൻ ഒരു ബഡ്ഡിനെ വേണം. ബഡ്ഡി എന്ന് വെച്ചാൽ അവർ കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാനുള്ള ഒരാൾ. നമുക്ക് ലോക്കലായിട്ട് ഗൈഡും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും. എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരാൾ അവരെ യാത്രാ ഗ്രൂപ്പിനെ കൊണ്ടുപോകാൻ ഒരാൾ. മോസ്റ്റ്ലി ഒരു ലീഡർഷിപ്പ് റോള് പോലെയുള്ള ഒരു റിക്വയർമെന്റ് ആണ് വന്നത്. ആദ്യം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, കാരണം എനിക്ക് അറിയില്ല ഈ ട്രെക്കിന്റെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ അങ്ങനെ ഒരു ടീമുമായിട്ട് ഒരിക്കലും അവരുടെ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് പോയിട്ടില്ല. എപ്പോഴും സോളോ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ ഫ്രീഡത്തിലാണ് പോകുന്നത്. യാത്ര ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇന്നത്തെ ദിവസം ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാണ്ടിരിക്കാം. അതൊക്കെയാണ് സോളോ ട്രിപ്പിന്റെ ഒരു ഫ്രീഡം എന്ന് പറയുന്നത്. അതാണ് ഞാൻ മോസ്റ്റ്ലി ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് കുറച്ച് സമയം തരൂ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഫോൺ ഡിസ്കണക്ട് ചെയ്ത് ഉടനെ ഞാൻ 1-2 യൂട്യൂബ് ചാനൽസ് എടുത്ത് നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ട്രെക്കിൻ്റെ ഒരു വിശേഷത. ഒരു മുഴുവൻ നദി ഫ്രീസ് ആവുകയും ആ നദിയുടെ മുകളിലേക്കൂടെ ചെയ്യുന്ന ഒരു ട്രെക്ക്, അതായിരുന്നു ചാദർ ട്രെക്ക്. അത് മാത്രമല്ല ഒരു എക്സ്ട്രീം വെതർ കണ്ടീഷനിൽ കൂടെ നമ്മൾ പോകേണ്ടതും -20, -25 ഡിഗ്രി ഒക്കെയാണ്. അപ്പം ഇത് ഞാൻ എന്ത് പറയണം എന്നുള്ള ഒരു സംശയമായിരുന്നു ആദ്യം. എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ഗ്രൂപ്പിന്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പം ഞാനതിനെ കൂടുതലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. എന്തോ ഒന്ന് എൻ്റെ കയ്യിലേക്ക് വരികയാണ്, വെച്ച് നീട്ടുകയാണ്. യാത്രേനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന എൻ്റെ കയ്യിലേക്ക് യാത്രയുമായി കണക്റ്റഡ് ആയിട്ടുള്ള, ട്രെക്കിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തോ ഒന്നിങ്ങനെ ദൈവം വെച്ച് നീട്ടുന്ന പോലെയൊക്കെയാണ് എനിക്ക് ആ അവസരത്തിൽ തോന്നിയത്. അപ്പം ഞാൻ ആ അവസരം കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ പെട്ടെന്ന് തന്നെ അവരെ റെസ്പോണ്ട് ചെയ്തു. 1-2 വീഡിയോ കണ്ട ഉടനെ തന്നെ ഞാൻ മെസ്സേജ് ചെയ്തു, ഞാൻ ചെയ്യാം. അങ്ങനെയാണ് ഈ ചാദർ ട്രെക്ക് എന്നുള്ള ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് അപ്പൂപ്പൻ താടി എന്ന ഗ്രൂപ്പിൻ്റെ ഒരു ലീഡായിട്ട്, ഒരു ബഡ്ഡി ആയിട്ടാണ് തുടക്കം. ഈ ട്രെക്ക് നമ്മൾ റെഗുലർ ട്രെക്ക് പോലെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഒന്നാമത്തെ കാര്യം, അത്രയും എക്സ്ട്രീം വെതർ കണ്ടീഷൻ ഉള്ളപ്പോഴാണ് ഈ റിവർ ഫുൾ ഫ്രീസ് ആവുന്നത്. ആ ഫ്രീസ് ആയിരിക്കുന്ന മന്തിൽ മാത്രമേ നമുക്ക് ഈ ട്രെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമലി ജനുവരി ഫെബ്രുവരി ആണ് ആ ട്രെക്കിന്റെ ഒരു ഒപ്റ്റിമം ടൈം എന്ന് പറയുന്നത്. അതും കൂടാണ്ട് ലേയിലുള്ള അതോറിറ്റി അപ്രൂവ് ചെയ്ത ആ ടൈം പീരീഡിൽ മാത്രമേ നമുക്ക് ആ ട്രെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ത്രൂ ഔട്ട് ദ ഇയർ അല്ലെങ്കിൽ ട്രെക്കിംഗ് ഏജൻസി തീരുമാനിക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ട്രെക്കിന് 5 ദിവസത്തെ ആണ് ട്രെക്ക്. അതുകൂടാണ്ട് 3 ദിവസം അക്ലമറ്റൈസേഷൻ ടൈം. അപ്പം 8 days. അതുകൂടാണ്ട് അതിനെത്തുന്ന ഒരു ദിവസം മുന്നേ നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്ന
പിന്നെ തിരിച്ചൊരു ദിവസം വരുന്നത്. അപ്പം ആകെ കൂടെ 10-12 ദിവസത്തെ ട്രാവലാണ് ചാദർ ട്രക്കിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഡൽഹിയിലെത്തി. ഡൽഹിയിൽ ലേ ഓവർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ലേയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പം ഞാൻ അവിടെ എത്തിച്ചേരുന്നതിന് മുന്നേ തന്നെ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാനുള്ള 4 പേരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് ലേയിലുള്ള ഒരു ഹോം സ്റ്റേയിലായിരുന്നു താമസം. അപ്പം അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് പോയി അവിടെ എത്തിച്ചേരുകയും ലേ എയർപോർട്ടിൽ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് ഒരു ഹോം സ്റ്റേയിലാണ് പോകുന്നത്. മിക്ക വീടുകളും നമ്മൾ ലേയിൽ കാണുന്നത് ചെറിയ ചെറിയ ഹോം സ്റ്റേസ് ആയിട്ടുള്ളതാണ്. അത് മിക്കതും ഈ വുഡൻ മരത്തോണ്ട് ഉണ്ടാക്കിയതാണ്. കാരണം തണുപ്പിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഉള്ളിൽ തണുപ്പ് അധികം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ഒരു ആർക്കിടെക്ചർ നമ്മൾ അവിടെ കാണുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാനുള്ളത് 3 സ്ത്രീകളും ഒരു ആൺകുട്ടിയാണുള്ളത്. ശാന്തി, രേഖ, ലിസ, അവർ 3 പേരുമാണ് സ്ത്രീകളായിട്ടുണ്ടായിരുന്നത്. 2 പേര്, ഒരാൾ ഹൈദരാബാദിൽ നിന്ന് വന്നാണ്, 2 പേര് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ പോയതാണ്. അവർ പക്ഷെ വേറൊരു ഫ്ലൈറ്റിനാണ് പോയത്. പിന്നെ അഡ്രിയൻ എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടിയും കൂടെയാണ്. ഞങ്ങൾ എല്ലാവരെയും കാണുകയും ഏറ്റവും ഇളത് അവനായിരുന്നു ആ ഗ്രൂപ്പിൽ. നേരത്തെ പറഞ്ഞ പോലെ 3 ദിവസത്തെ അക്ലമറ്റൈസേഷൻ ഉണ്ട്. വന്ന ഗ്രൂപ്പുമായിട്ട് ആദ്യം ഒന്ന് ഇന്ററാക്ട് ചെയ്തു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവർക്കും ഓൾറെഡി ട്രെക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതെനിക്ക് വളരെ ആശ്വാസം നൽകി ആദ്യം തന്നെ. കാരണം അവർക്ക് ഇങ്ങനെ ട്രെക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരല്ല, അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവരും ഓൾറെഡി ചെയ്തിട്ടുള്ളവരൊക്കെയാണ്. അപ്പം സംസാരിച്ചപ്പോൾ വന്ന ദിവസം, പിന്നെ അതിൻ്റെ അടുത്തൊരു ദിവസം, 3-ാമത്തെ ദിവസം. അപ്പം ഞങ്ങൾക്ക് അടുത്ത ദിവസം കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ബോഡി അക്ലമറ്റൈസേഷൻ ചെയ്യാന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് കർദുംഗ്ല പാസ് പോയാലോ. കർദുംഗ്ല പാസ് അവരെല്ലാവരും ഓൾറെഡി പോയതാണ്, ഞാനും പോയതാണ്. അഡ്രിയൻ മാത്രമാണ് പോവാണ്ട് ഉള്ളത്. അവൻ്റെ ലേയിലേക്കുള്ള ഫസ്റ്റ് ട്രിപ്പായിരുന്നു. പക്ഷെ അവർ ഓൾറെഡി പോയതാണെങ്കിലും ആദ്യം ഞാൻ വിചാരിച്ചു പോയ സ്ഥലമല്ലേ, ഇനി വീണ്ടും അങ്ങനെ അവിടെ പോകേണ്ട കാര്യമുണ്ടോ. പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത് നമ്മുടെ കൂടെയുള്ള കോ ട്രാവലേഴ്സും കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമുക്ക് ഒന്നുകൂടെ കർദുംഗ്ല പാസ് കാണാൻ പോവാം. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 4-5 പേരും കൂടെ ഒരു വണ്ടി ബുക്ക് ചെയ്ത് കർദുംഗ്ല പാസിലേക്ക് പോവാണ്. കർദുംഗ്ല പാസ് ആണ് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോറബിൾ പാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ടൊന്നുമില്ല. ഒരു സ്റ്റോൺ ഉണ്ട്, അതിൻ്റെ മുകളിൽ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്, കർദുംഗ്ല പാസ് ആണ്. പക്ഷെ ഞങ്ങളെ എക്സൈറ്റ് ചെയ്ത് ചെയ്യിച്ച കാര്യം ജനുവരി കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യത്തെ സ്നോ കണ്ടത് അവിടെയാണ്. കർദുംഗ്ല പാസ് വരെ നമ്മൾ പോവുകയും ചെയ്യാം. അത്രയും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ റോഡിന്റെ ഫുൾ 2 സൈഡിലും നിറച്ച് സ്നോ ആണ് കാണുന്നത്. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. എല്ലാവരും കുറേ സ്നോയിൽ കളിച്ചു, തണുപ്പൊന്നും വകവയ്ക്കാതെ താഴെ ഇറങ്ങി കുറച്ച് സ്നോയിലൊക്കെ കളിച്ചെല്ലാമായി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നു. നെക്സ്റ്റ് ആണ് ഞങ്ങളുടെ ഡിസൈഡിങ് ഡേ എന്ന് പറയുന്നത്. കാരണം ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ആ 2 ദിവസം അവിടെ അക്ലിമറ്റൈസേഷൻ ആയി 3-ാമത്തെ ദിവസമാണ് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ മെഡിക്കൽ ചെക്കപ്പിൽ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്തായാലും ആ ട്രക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ഇത്രയും ദൂരം ഞാൻ വന്നതാണ്, 10 ദിവസത്തെ ലീവ് എടുത്തിട്ട് വന്നതാണ്, അല്ലെങ്കിൽ ഓൾറെഡി 2 ദിവസം ഞാൻ അവിടെ ഓൾറെഡി ടൈം സ്പെൻഡ് ചെയ്യാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ മെഡിക്കൽ ചെക്കപ്പിന് അത് ലേ മാർക്കറ്റിൽ തന്നെയാണ് അവരുടെ മെഡിക്കൽ ചെക്കപ്പ് സെൻറ്റർ. അതിൽ മെഷർ ചെയ്യുന്നത് ഒന്ന് അതിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി, കംപ്ലീറ്റ് മെഡിക്കൽ ഹിസ്റ്ററി നമ്മളുടെ എടുക്കും. പിന്നെ ബോഡി വൈറ്റൽ മെഷർമെന്റ്സ്, BP, പൾസ്, അങ്ങനെയൊക്കെ. പിന്നെ ഓക്സിജൻ ലെവൽ, പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ടുള്ള ഓക്സിജൻ ലെവല് ചെക്ക് ചെയ്യും, ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയതിനു ശേഷം മാത്രമേ അവിടുന്ന് നമുക്ക് ചാദർ ട്രക്ക് ചെയ്യാനുള്ളൊരു പെർമിഷൻ തരുന്നുള്ളൂ. അപ്പം അത് എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, അത് എല്ലാവരും പാസ്സാവോ. ഇനി 5 പേരുടെ നമ്മൾ അപ്പോഴത്തേന് തന്നെ കർദുംഗ്ലയൊക്കെ യാത്ര ചെയ്ത് 2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് എല്ലാവരും കൂടെ നല്ലൊരു ബോണ്ടിങ് ആയി. അപ്പം ഇതിലിനി ഏതെങ്കിലും ഒരാൾക്ക് തന്നെ വരാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അത് ഭയങ്കര വിഷമാവും. കാരണം ഇത്രയും ദൂരം ഇത്രയും ആഗ്രഹിച്ച് വന്നിട്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മെഡിക്കൽ ചെക്കപ്പ് ക്ലിയർ ആവണേ എന്നുള്ളതിന് പകരം ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവരുടെയും മെഡിക്കൽ ചെക്കപ്പ് ക്ലിയർ ആവണേ ഭഗവാനെ എന്നാണ് ഞങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ലക്കിലി എല്ലാവരുടേതും ക്ലിയർ ആയി. പിന്നെയുള്ള ഒരു പ്രോസസ്സ്, നമ്മൾ അവിടെ ഒരു ഫീ പേ ചെയ്യാനുണ്ട്. ഒന്ന് ഇൻഷുറൻസ് ആണ്, പിന്നെ 1-2 തരത്തിലുള്ള ഫീ പേ ചെയ്യാനുണ്ട്. അതൊക്കെ കൂടെ ഒരു ഏകദേശം ഒരു 9,500 അത്രയും എമൗണ്ട് വരും. അപ്പം നമ്മുടെ ഈ ട്രക്കിൻ്റെ എക്സ്പെൻസ്, ബാക്കിയുള്ള എക്സ്പെൻസ് അല്ലാണ്ട് തന്നെ ഈ ഒരു ഫീ എക്സ്പെൻസ് അവിടെ ഉണ്ട് കാര്യമായിട്ട്. അപ്പോൾ ആ ഫോം ഫില്ലിങ്ങും അതൊക്കെ നമ്മൾ അവിടെ ചെയ്ത് എല്ലാം പേ ചെയ്ത്. ഇപ്പം നമുക്കത് കുറച്ച് ടൈം എടുക്കും ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ലോക്കൽ ഗൈഡ് താഷി എന്നാണ് അവരുടെ പേര്, താഷി ആൻഡ് ഗ്രൂപ്പ്, അവരാണ് ഞങ്ങളുടെ ഫുൾ ട്രാവൽ എൻഡ് ടു എൻഡ് ഞങ്ങളുടെ കൂടെ കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യിക്കാനൊന്നും അവർ
സമ്മതിച്ചില്ല. അവർ തന്നെ ഡോക്യുമെന്റേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരാമെന്ന് പറഞ്ഞ് അവരവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് ലേ മാർക്കറ്റിലേക്ക് പോയി. ലേ മാർക്കറ്റിലേക്ക് പോകാൻ കാരണം നമുക്ക് ഈ ട്രെക്കിന് വേണ്ട ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാനുണ്ട്. അപ്പം ലഗേജ് നമ്മൾ തന്നെയാണ് ക്യാരി ചെയ്ത് പോകുന്നത്. നമ്മൾ ഇത്രയും എക്സ്ട്രീം വെതർ കണ്ടീഷൻ -10 to -25 ഡിഗ്രി റേഞ്ചിലുള്ള ടെമ്പറേച്ചറാണ് നമ്മൾ ഇനിയുള്ള ദിവസം ഫേസ് ചെയ്യാൻ പോകണം. അപ്പം അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ നമുക്കൊരു 3, 4, 5 ലെയർ ഡ്രസ്സ് വേണം. അപ്പം എൻഡ് ടു എൻഡ് ഫുൾ കവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വേണം. അപ്പം അതിലെന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ലേ മാർക്കറ്റ് മിലിറ്ററി സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് കുറേ സ്റ്റോർസ് ഉണ്ട് ലേ ടൗണിൽ തന്നെ. അത് വളരെ ചീപ്പായിട്ട് വളരെ വില കുറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഡെക്കത്ലോൺ എന്നൊക്കെ ആണല്ലോ നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ അതിലൊക്കെ കമ്പാരിറ്റീവ്ലി വളരെയധികം വില കുറവിലാണ് മിലിറ്ററി സ്റ്റോറിൽ നിന്ന് നമുക്ക് ലേന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ കുറേ അധികം പെയർ ഓഫ് സോക്സ് വാങ്ങിച്ചു. പിന്നെ അത് മാത്രമല്ല ഈ ട്രെക്കിംഗ് ഷൂസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് കാര്യമില്ല എന്ന് അവിടെ എത്തിച്ചേർന്നപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മൾ വെള്ളത്തിൻ്റെ ഈ തണുത്തുറഞ്ഞ നദിയുടെ മുകളിൽ കൂടിയാണ് നടക്കാൻ പോകുന്നത്. അപ്പം ആ ട്രെക്കിംഗ് ഷൂസ് കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, അത് നനയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ ബൂട്ട് ആണ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ട. കറുത്ത ഈ റോഡ് പണിക്കൊക്കെ വരുന്നവർ ഇട്ടുന്ന കാണുന്ന ബൂട്ടില്ലേ, അതുപോലെ. അപ്പോൾ ആ ബൂട്ട്സ് നമ്മൾ അവിടെ പോയി മിലിറ്ററി സ്റ്റോറിൽ പോയിട്ട് എല്ലാവരും വാങ്ങിച്ചു. അത് തിരിച്ചു വരുന്ന സമയത്ത് നമുക്കത് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ അവിടെ അത് വിട്ടിട്ടാണ് വരുന്നത്. കാരണം നമ്മുടെ കൂടെ വരുന്ന പോട്ടേഴ്സിനോ അല്ലെങ്കിൽ കുക്ക് അവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി അതവിടെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് വരുന്നത്. കാരണം അത് കൊണ്ട് പിന്നെ വന്നിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിലിറ്ററി സ്റ്റോറിൽ പോകുന്നത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ലേ മാർക്കറ്റിൽ നിന്ന് തിരിച്ച് റൂമിൽ വന്നു, കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെയാണ് നമ്മുടെ ചാദർ ട്രെക്കിന്റെ തുടക്കം. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡേ ആണ് നെക്സ്റ്റ് ഡേ. അപ്പം ഞങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് എല്ലാവരും രാത്രി കിടന്നുറങ്ങി. രാവിലെ തന്നെ താഷിയും ഗ്രൂപ്പും വണ്ടിയും കൊണ്ട് വന്നു. ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് രാവിലെ തന്നെ ഫാത്തിമ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പൂരിയും പിന്നെ പൊട്ടാറ്റോ കൊണ്ടുള്ള ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കറിയും. അപ്പം ഒന്നും അധികം മസാല ഇല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ആ തണുപ്പിന് എന്ത് കിട്ടിയാലും നമ്മൾ ഭയങ്കര സ്വാദോടുകൂടി ആസ്വദിച്ച് കഴിച്ച് എല്ലാവരും ട്രെക്കിന് റെഡിയായി. ലേന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ട്രെക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് അറൌണ്ട് 3 hours ഒരു ജേർണി ഉണ്ട്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ വന്നിട്ടാണ് അവിടുന്നാണ് പിന്നെ ട്രെക്ക് തുടങ്ങുന്നത്. അപ്പോൾ ആ വരുന്ന വഴി ഈ ലേ സൈറ്റ് സീയിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാലും നമ്മൾ പോകുന്ന ലേയില് വളരെ മനോഹരമായിട്ടുള്ള ഹൈവേ ആണ്. ലൈക്ക് കാശ്മീർ ശ്രീനഗർ ലേ ഹൈവേ കാർഗിലിലൂടെ പോകുന്നത്, അല്ലെങ്കിൽ മണാലി ടു ലേ കണക്ട് ചെയ്യുന്ന 2 ഹൈവേയിലേക്കൂടെയുള്ള റൂട്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പം നമ്മൾ സൈറ്റ് സീയിങ്ങിന് ലേന്ന് വരുമ്പം കവർ ചെയ്യുന്ന ലൈക്ക് ഹാൾ ഓഫ് ഫെയിംസ്, നമ്മുടെ ആർമിയിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ കുറേ എക്സിബിഷനോ അങ്ങനെയൊക്കെയുള്ള അതൊരു സൈറ്റ് സീയിങ് സ്പോട്ടാണ്. അത് കൂടാണ്ട് കുറേയും കൂടെ മുന്നോട്ട് വരുമ്പോഴാണ് ഈ പത്തർ സാഹിബ് എന്ന് പറയുന്ന ഒരു ഗുരുദ്വാര, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സൈറ്റ് സീയിങ് സ്പോട്ടാണ്. അപ്പോൾ അതൊക്കെ കവർ ചെയ്തിട്ടുള്ള ഹൈവേയിൽ കൂടിയാണ് നമ്മൾ വരുന്നത്. ആ ജേർണി തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ആ ഗുരുദ്വാരേൻ്റെ ഉള്ളിൽ കയറി നമ്മളൊന്ന് പ്രാർത്ഥിച്ച് അവരുടെ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പിന്നെയും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നെയും ത്രിവേണി സംഗമത്തിൻ്റെ ഒരു സ്ഥലം വരുന്നത്. അവിടുന്ന് ടേൺ ചെയ്തിട്ട് പിന്നെ ഒരു ചെക്ക് പോസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ആ ചെക്ക് പോസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് നിമു എന്ന് പറയുന്നതാണ് അതിൻ്റെ ലാസ്റ്റ് ഒരു വില്ലേജ് വരുന്നത്. ആ വില്ലേജ് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് ചില്ലിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പോൾ ആ ചില്ലിംഗ് എന്നാണ് സൻസ്കാർ റിവറിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, നമ്മുടെ ട്രക്കിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഈ റിവർ ഞങ്ങൾക്ക് പാരലായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ കുറേ ദൂരം കഴിഞ്ഞ് ചില്ലിങ്ങിനൊക്കെ എത്താനാവുന്ന സമയം 2.5 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റിവറിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഐസ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പാരലായിട്ട്, കാരണം നമുക്ക് പാരലായിട്ട് തന്നെ റിവർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷെ പോയി ഇറങ്ങുന്നത് ഒരു റോഡിൻ്റെ നടുക്കാണ്, നല്ല താറിട്ട ഒരു നല്ല റോഡ്. ആ റോഡിൻ്റെ നടുക്കാണ് വണ്ടി കൊണ്ട് നിർത്തുന്നത്. ലഗേജൊക്കെ താഴെ ഇറക്കുന്നുണ്ട്, നമ്മുടെ പേഴ്സണൽ ലഗേജസ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ കൂടെ പോർട്ടർ ക്യാരി ചെയ്യുന്ന ടെൻറ്റിൻ്റെ വേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ, സ്റ്റൗ, കുക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് പാക്ക് ചെയ്തിട്ട്. അതൊക്കെ ഈ അലുമിനിയം ടിന്നിനകത്തൊക്കെയാണ് പെട്ടി
പണ്ട് നമ്മുടെ എന്താ പറയുക മിലിറ്ററിയിൽ നിന്നൊക്കെ വരുന്നവരുടെ കയ്യിൽ കാണുന്ന അലുമിനിയം പെട്ടിയില്ല, അങ്ങനത്തെ പെട്ടിയിലൊക്കെയാണ് അവർ എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത്, കുക്കറും സ്റ്റൗവും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് അതൊക്കെ താഴെ എടുത്ത് അതൊക്കെ ചെയ്യുന്നത് ഈ റോഡിന്റെ നടുക്കാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇതെവിടെയാണ്, ഇതിന്റെ റോഡിന്റെ നടുക്കുന്നാണോ ട്രെക്കിംഗ്? നമ്മൾ ഒരിക്കൽ പോലും ട്രെക്കിംഗ് അങ്ങനെ ഇത്ര നല്ലൊരു സ്ഥലത്തു നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. പിന്നെയാണ് മനസ്സിലാവുന്നത്, നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു 2 വലിയ കുന്നിന്റെ നടുവിലാണ് ഈ സൻസ്കാർ റിവർ പോകുന്നത്. അപ്പോൾ ആ റിവറിന്റെ താഴത്തേക്ക് നമ്മൾ ആ കുന്നിന്ന് ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള അത് നമ്മൾ താഴോട്ട് ഇറങ്ങണം, എന്നിട്ടാണ് നമ്മുടെ റിയൽ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 1-2 മിനിറ്റൊക്കെ നമുക്ക് മനസ്സിലാവേ ഇല്ല ഇതെന്താണ്, കാരണം അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നില്ല. ശരിക്കും ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ ആ റിവർ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ആ റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ഒരു ഇറക്കം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. കാരണം നമുക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് പിടിക്കാനോ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ നമ്മളെ ലഗേജ് ഉണ്ട്, പിന്നെ ഒരു ഭയങ്കര സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു ഇറക്കമാണ്. അപ്പം ഇറങ്ങുന്ന വഴിയിൽ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്ലിപ്പായി വീണു. താഴി പറ്റുന്നവർക്കൊക്കെ കൈ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് ട്രിക്കി ആയിരുന്നു, ഭയങ്കരമായിട്ട് ഇങ്ങനെ കല്ലും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലം. പക്ഷെ താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ട്രക്കിങ് ചെയ്ത് തിരിച്ചു വന്ന കുറേ ആൾക്കാർ, ഒരു ആർമിയിൽ നിന്ന് വന്ന ഒരു അറൗണ്ട് 19 പേരോ മറ്റോ ഉള്ള ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അവരവിടെ ആ റിവറിന്റെ നടുക്ക് പോയി നിന്ന് ഇന്ത്യൻ പതാകയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഒരു മലയാളി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ അവരോട് കുറച്ചു നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ആദ്യം തന്നെ നമ്മൾ എത്തിയിട്ട് ആ ഒരു ചാദർ റിവർ, ചാദർ എന്ന് പറഞ്ഞാൽ തന്നെ ഐസ് ഷീറ്റ് എന്നാണ് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ. അപ്പം ഐസ് ഇങ്ങനെ വലിയ ഷീറ്റായിട്ട് ഇങ്ങനെ തണുത്തുറഞ്ഞ് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു വലിയൊരു നദി അങ്ങനെ തന്നെ ഫ്രീസ് ആവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലേ, നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനും കൂടുതലാണ്. കാരണം ഒരു വലിയ നദി അങ്ങനെ തന്നെ ഫ്രീസ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അത് 2 മലേൻ്റെ നടുവിൽ. അപ്പോൾ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് അതായിരുന്നു. ഇത് കണ്ടപ്പോൾ ഇത് എന്താണ് എന്നുള്ള ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം, ഒരു മഹാത്ഭുതം കാണുന്ന പോലെയൊക്കെയാണ് നമുക്ക് ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ കൂടെ എങ്ങനെയാണ് നടക്കുക. അപ്പം നമ്മൾ ആദ്യം തന്നെ കാലിങ്ങനെ എടുത്ത് വെച്ച് നടക്കാൻ നോക്കുമ്പോൾ തന്നെ താഷി ഓടി വന്ന് നമ്മളോട് പറഞ്ഞു ആരും ഇറങ്ങരുത്, കാരണം നടക്കാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ നേരെയുള്ള സാധാരണ സ്ഥലത്ത് നടക്കുന്ന പോലെ ഒരു കാലം എടുത്ത് വെച്ച് അടുത്ത കാലം എടുത്ത് വെച്ച് അങ്ങനെയല്ല നടക്കുക, അപ്പോഴത്തേക്കും നമ്മളെ ബാലൻസ് പോവും. അപ്പം നമുക്ക് ഐസിന്റെ മുകളിൽ കൂടെ നടക്കണമെങ്കിൽ ഒരു ടെക്നിക്ക് ഉണ്ട്. ഒന്ന് ഓൾറെഡി നമ്മൾ ബൂട്ട്സ് ഇട്ടിട്ടാണുള്ളത്, പിന്നെ കുറച്ചിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പോവുക. ഒരു കാൽ അങ്ങനെ തന്നെ എടുത്ത് വെച്ച് മറ്റേ കാലിൽ ഫുൾ വെയിറ്റ് കൊടുത്തിട്ടുള്ള ഒരു നടത്തത്തിന്റെ ഒരു ഓപ്ഷൻ വരുന്നേ ഇല്ല. കാരണം അങ്ങനെ ആ മൊമെന്റിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ കാലൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാലൻസ് ചെയ്യാൻ ഒന്നുമില്ല, ഒന്നും പിടിക്കാനോ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം നമുക്ക് അങ്ങനെയുള്ള ആ പ്രാക്ടീസ് ആയിരുന്നു എങ്ങനെയാണ് നടക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ആ റിവറിനൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരുന്ന സമയത്തേക്ക് നമുക്ക് ഓൾറെഡി അവർ ചായ ഉണ്ടാക്കി, മാഗി ഉണ്ടാക്കി തന്നു. തണുത്ത സമയത്ത് അതൊക്കെ ഒന്ന് കഴിച്ച് എല്ലാവരും വീണ്ടും ഒന്ന് എനർജി ഫ്രഷായി ഇനി ചാദർ ട്രക്ക് നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ റിവറിലെ കൂടെ നടക്കുന്നതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ നടക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്ലിപ്പായി പോവും. അപ്പം നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടാണ് നടക്കുക. രണ്ടാമത്തെ കാര്യം, എല്ലാ സ്ഥലത്തും ഐസ് ഒരുപോലെ ഐസ് ആയിട്ടില്ല. അപ്പം നമുക്ക് അറിയില്ല ഏതാണ് നല്ല ഹാർഡായിട്ടുള്ള ഫ്രോസൺ ആയിട്ടുള്ള സ്ഥലം, ഏതാണ് കുറച്ചിങ്ങനെ ലൈറ്റായിട്ട് ഫ്രോസൺ ആയിട്ടില്ലെന്ന് നമുക്ക് ഇപ്പം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. കാരണം നമുക്കത് കണ്ട് പരിചയമില്ല, നമ്മൾ അവിടുത്തെ ലോക്കൽ ആൾക്കാരല്ല. അവിടെയാണ് നമ്മുടെ ലോക്കൽ ഗൈഡിൻ്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അവർ പറയുന്ന വഴി നമ്മൾ നടക്കുക എന്നുള്ളതാണ്. ഈ വഴി പോകാൻ പാടില്ല, ഈ ഐസ് നന്നായിട്ട് ഫ്രീസ് ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വഴി പോകാണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം ആ വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ കാല് അതിൻ്റെ അടിയിലേക്ക് താഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചില സ്ഥലത്ത് ഐസ് ഓൾറെഡി ഇങ്ങനെ ഫ്രോസൺ ആയതിൻ്റെ മുകളിൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് അത് ഫ്രീസ് ആയിട്ടുണ്ടാകും. പക്ഷെ അതിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ക്രഞ്ചി ആയിട്ടുള്ള സൗണ്ടാണ് വരുന്നത്. അതിങ്ങനെ ക്രന്ന് പറഞ്ഞാൽ ആ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. മുറുക്കൊക്കെ കഴിക്കുമ്പോഴുള്ള സൗണ്ട്, അതൊരു കുറേ പേര് നടക്കുമ്പോഴുള്ള കണ്ടിന്യൂസ് ആയിട്ട് ആ സൗണ്ടാണ് വരിക അതിൻ്റെ മുകളിൽ. പക്ഷെ അതിങ്ങനെ പൊടിയുന്നുണ്ട്. പക്ഷെ ആ സ്ഥലമൊന്നും പൊടിഞ്ഞു കഴിഞ്ഞാലും അങ്ങ് താഴോട്ട് പോകില്ല, കാരണം അതിൻ്റെ അടിയിൽ ഫ്രോസൺ ആയിട്ടുള്ള ലെയർ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ മുകളിൽ ഓവർഫ്ലോ ആയിട്ടുള്ള വെള്ളമാണ് ഇങ്ങനെ ഷേപ്പൊക്കെ അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഉള്ളത്. അത് ഷീറ്റ് പോലെയല്ല, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ്സ് പോലെയാണ് അത്. പക്ഷെ നമ്മൾ നടക്കാൻ കുറച്ച് സൗണ്ട് ആവുന്നുണ്ടെങ്കിലും അതാണ് പ്രിഫർ ചെയ്യുക, കാരണം അതിലെ കൂടെ നടക്കുമ്പോൾ നമ്മൾ തെന്നി വീഴില്ല. അതുകൂടാണ്ട് ചില സ്ഥലത്ത് നമുക്കിങ്ങനെ മുഴുവൻ നന്നായിട്ട് ഫ്രീസ് ആയിട്ട് കാണും, പക്ഷെ ചില സ്ഥലത്ത് വെള്ളം ഇപ്പോഴും നല്ല ഫ്ലോയിൽ ഒഴുകുന്നുമുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ മുന്നോട്ട് നടന്ന് നോക്കുമ്പോൾ വെള്ളം നല്ല ഫോഴ്സിൽ ഒഴുകി വരുന്നുണ്ട്, പക്ഷെ അത് എങ്ങോട്ടാണ് പോണേന്ന് അറിയില്ല. കാരണം ഒഴുകി വന്ന വെള്ളം പിന്നെ ആ ഐസിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. പിന്നെ അത് എത്രയോ കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴാണ് ഏതോ ഒരു പോയിന്റിൽ നിന്ന് ആ ഐസിൻ്റെ അടിയിൽ നിന്ന് ഉള്ളിൽ നിന്ന് വെള്ളം
തിരിച്ച് പിന്നെ മുന്നോട്ട് ഒഴുകാന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ വെള്ളം അതിൻ്റെ അടിയിലെ കൂടി തന്നെ ഒഴുകാണ്, മുകളിൽ ഫ്രോസൺ ആണ്. അങ്ങനെ പലതരത്തിലുള്ള ഐസ് ഫോർമേഷൻ്റെ ഒരു ഡിഫറെൻ്റ് ആസ്പെക്ട്സും അതിൻ്റെ ഒരു ഷേപ്സും അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ എല്ലാ സ്ഥലവും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതല്ല, ചിലത്തൊക്കെ ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ളതായിരിക്കും. അപ്പം നമ്മൾ ഇൻ കേസ് നടന്ന് പോകുമ്പോൾ ആ സ്ലാൻഡിങ് ഉള്ള പൊസിഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ തെന്നി വീണു എന്ന് ചോദിച്ചാൽ മതി. കാരണം നമ്മളത് അത്രയും സൂക്ഷ്മതയോടെ നമ്മൾ നടന്നില്ലെങ്കിൽ നമ്മളത് കാണില്ല, നമുക്കത് മനസ്സിലാവില്ല. അപ്പം ആദ്യം തന്നെ എനിക്കൊന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള വീഴ്ച അഡ്രിയൻ അവൻ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന അതിനകത്ത് നിന്ന് അപ്പം തന്നെ ആദ്യം തന്നെ തെന്നി വീണു. അപ്പോൾ ഒന്ന് തെന്നി കഴിയുമ്പോഴാണ് നമുക്കത് എത്ര കോൺഷ്യസ് ആയിട്ട് നമ്മളത് നടക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഇതാവുന്നത്. അപ്പം അവൻ്റെത് വീഴ്ച കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പം ട്രക്കിൽ നമ്മൾ സാധാരണ നടക്കുമ്പോൾ ഒന്നിക്കലും നമ്മൾ എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ ചാറ്റർ ബോക്സ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് രേഖയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സംസാരിച്ച് മതിയായി, പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറേം കൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ലിസ തെന്നി വീണു. ലിസക്കായിരുന്നു ചാദർ ട്രക്ക് കാണാനും നെരക് വാട്ടർഫോൾ കാണാനും ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. തെന്നി കഴിഞ്ഞപ്പോൾ ലിസ പിന്നെ ടോട്ടോയ് സ്പീഡിലായി. അത് കഴിഞ്ഞ് അവളുടെ നടത്തം അത്രയും സ്ലോ ആയി. അപ്പം നമ്മൾ ശരിക്കും താഷി മുന്നിൽ നടന്നു, ഞാൻ സ്വീപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ഏറ്റവും പിറകിൽ നടന്നു, എൻ്റെ തൊട്ട് മുന്നേ ലിസ. അങ്ങനെയായിരുന്നു നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. അവളെയായിരുന്നു ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നത്. ബിക്കോസ് അതങ്ങനെ വീണത് കൊണ്ട് കൂടിയാണ്. അത് കഴിഞ്ഞ് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ താഷി ഇങ്ങനെ അവിടുന്ന് നമുക്ക് പിന്നെ വേറെ വഴിയില്ല നടക്കാൻ. കുറച്ച് വെള്ളമുണ്ട്, വെള്ളത്തിന്റെ സൈഡിൽ ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, ബാക്കിയൊന്നും തണുത്ത് ഉറഞ്ഞിട്ടില്ല. അപ്പം നടക്കാനുള്ള ആ ബേസ് ഇല്ല. അപ്പം താഷി പറഞ്ഞു ഇതിലേ കൂടെ പോകാൻ പറ്റില്ല, ഈ സ്ലാൻഡിങ്ങിലേ കൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, നിങ്ങൾ കാലിങ്ങനെ ഇതായിട്ട് വെച്ച് കൈ പിടിച്ചിട്ട് നടക്കുമെന്ന് പറഞ്ഞു. അപ്പം നടന്ന് ഞാൻ ഒരു കാല് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. രണ്ടാമത്തെ കാല് ഞാൻ അവിടെ എടുത്ത് വെക്കുന്നതിന് മുന്നേ ഞാൻ ഓൾറെഡി സ്ലിപ്പായി. വിത്തിൻ നോ ടൈം ഞാൻ ഓൾറെഡി താഴെ വീണത് മാത്രം ഇത് സ്ലാൻഡിങ് ആയി. ഇപ്പുറത്തെ ഒരു പോണ്ട് പോലെ കുറച്ച് വെള്ളമാണുള്ളത്. ആ വീഴുന്ന വീഴ്ചയിൽ ഞാൻ എൻ്റെ കാല് രണ്ടും ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇങ്ങനെ സ്ലിപ്പായി കാല് രണ്ടും വെള്ളത്തിനുള്ളിൽ ആയത് മാത്രം ഓർമ്മയുണ്ട്. ഇത്രയും ഫ്രോസൺ ആയിട്ടുള്ള വെള്ളം എൻ്റെ ഈ ബൂട്ട് ഇങ്ങനെ കിടന്നിട്ടുള്ളതായതുകൊണ്ട് ബൂട്ടിൻ്റെ ഇടയിൽ കൂടെ നിറച്ച് അതിനുള്ളിൽ വെള്ളം കയറാൻ തുടങ്ങി. നമ്മൾ ഓൾറെഡി തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. ടെമ്പറേച്ചർ -10 -15 ഒക്കെ ഓൾറെഡി ഉള്ള സമയമാണ്. അപ്പം അതിൻ്റെ മുകളിൽ കൂടി ഇത്ര ഐസ് ഫ്രീസിങ് ആയിട്ടുള്ള വെള്ളം കൂടെ അതിനകത്ത് കയറുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് തിരിച്ച് കയറാനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം ഒന്നും പിടിക്കാനില്ല, എവിടെയും സപ്പോർട്ടില്ല. പിന്നെന്താ, കൈയാണ് നിലത്ത് വെക്കേണ്ടത്. നമ്മൾ ഗ്ലൗസ് ഇട്ട കൈയാണെങ്കിൽ പോലും നിലത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പുള്ള കാര്യം. അപ്പം നമുക്ക് വെച്ച് കഴിഞ്ഞാലും കയറാൻ പറ്റുന്നില്ല. താഷി എന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പിടിച്ചു വലിക്കുന്നുണ്ട്. പക്ഷെ പിടിച്ചു വലിക്കുമ്പോൾ പോലും നമ്മൾക്ക് കാലെവിടെയും ഒന്ന് ബേസ് വെക്കാൻ പറ്റുന്നില്ല, എവിടെ വെച്ചാലും അത് തെന്നാണ്. ആ സമയം കൊണ്ട് കാല് ഓൾറെഡി ഫ്രീസായി, അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി. 2 ലെയർ തെർമൽ സോക്സ് ഇട്ട് അത് ഫുൾ വെള്ളം അബ്സോർബ് ചെയ്ത് എൻ്റെ 2 കാലും ഓൾറെഡി ഫ്രോസൺ ആയി. പിന്നെ നമുക്കൊന്ന് കയറി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ നോർമൽ ട്രെക്കിങ്ങിന് പോകുമ്പോൾ കാട്ടിലാണെങ്കിലും എന്ത് ഡേർട്ടി പ്ലേസ് ആണെങ്കിലും നമുക്ക് ഇരിക്കാം. പക്ഷെ ഇവിടെ ഇരിക്കാനുള്ള ഓപ്ഷൻ ഇരിക്കേണ്ടത് എവിടെ? പിന്നെയും വെള്ളത്തിലാണ് ഇരിക്കേണ്ടത്, ആ ലൈക്ക് ഐസിന്റെ മുകളിലാണ് ഇരിക്കേണ്ടത്. അപ്പം നമ്മൾ നനയാൻ പോവാണ് വീണ്ടും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. പെട്ടെന്ന് കയ്യിലുള്ള ബാഗ് ഓൾറെഡി കുറച്ച് സ്ലിപ്പായി, ബാഗ് അവിടെ ഇട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് കാലിന്നൊന്ന് ഷൂസ് ബൂട്ടൊന്ന് അഴിച്ച് മാറ്റി സോക്സ് ഒന്ന് അഴിച്ച് മാറ്റുന്ന സമയത്ത് രേഖ ഓൾറെഡി അവരുടെ കയ്യിലുണ്ടായിരുന്ന എക്സ്ട്രാ പെയർ ഓഫ് സോക്സ് കയ്യിൽ എടുത്തു തന്നു. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സോക്സിന്റെ പെയർ നമ്മൾ കൊണ്ടുപോയെന്ന് പറയുന്നത്. അപ്പം അതൊന്ന് എടുത്ത് മാറ്റി രണ്ടാമത്തെ സോക്സിന്റെ പെയർ ഇട്ടു. അപ്പോഴും ഒന്നും കാലൊന്നും അനക്കാനൊന്നും പറ്റുന്നില്ല, ഓൾറെഡി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫ്രീസായി നിൽക്കുകയാണ്. പിന്നെ ആ തെർമലിന്റെ ഒരു പാച്ച് ഉണ്ടായിരുന്നു, അതും അതിൻ്റെ ഇടയിൽ എടുത്ത് വെച്ച് കുറച്ചൊന്ന് ശ്വാസം വീഴാൻ തന്നെ കുറച്ച് സെക്കൻഡ്സ് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ലക്കിലി വേറൊന്നും ആ കാര്യമായിട്ട് സംഭവിച്ചില്ല. അവിടെ കുറച്ച് വേദന എടുത്തു എന്നല്ലാണ്ട് പിന്നെ ഈ തണുപ്പും ഒന്ന് റിക്കവർ ആയപ്പോൾ പിന്നെ ശരിയായി. അപ്പം അത് ആ ഒരു 2-3 ഇൻസിഡൻസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര കോൺഷ്യസ് ആയി, എങ്ങനെയാണ് നടക്കേണ്ടത്. ഇനി നമ്മൾ കുറേയും കൂടെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ, കാരണം നമ്മൾ ട്രെക്ക് ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പം തന്നെ 3 പേര് ഓൾറെഡി വീണു. ആ ഒരു അവസ്ഥയിൽ ആയി ഞങ്ങളുടെ മുന്നോട്ടുള്ള നടത്തം.